ഈശോമിശിഹായ്ക്ക് എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം എല്ലാവർക്കും നേരുന്നു. കേരളം വ്യവസായ സൗഹൃദം അല്ല എന്ന് എല്ലാവരും പറയുന്നു. എന്നാൽ കേരളത്തിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ സ്വന്തം നാടായ കേരളം നമ്മുടെ കുരുമുളക് പോലുള്ള വസ്തുക്കൾ പുരാതന കാലം മുതൽ തന്നെ ലോകം മുഴുവൻ എത്തിയിരുന്നു. അങ്കമാലിയിൽ വളരെ വിജയകരമായി പ്രവർത്തിക്കുന്ന സുഗന്ധവ്യഞ്ജന സംസ്കരണ യൂണിറ്റ് ഉണ്ട്. മാനെ കാൻകോർ. അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജീമോൻ കോര പറയുന്നത് മലയാളികൾ ശാന്തമായി കാര്യങ്ങൾ ചെയ്യുന്നവർ ധാരാളമുണ്ടെന്നാണ്. പുരമുകളിൽ നിന്ന് പ്രസംഗിക്കുന്നവരും ഉണ്ടോ പ്രസംഗിക്കാത്തവരും ഉണ്ടോ എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ കേരളത്തിൽ തന്നെ ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഡെന്റ് കെയർ യൂണിറ്റുള്ള സ്ഥാപനമാണ് മൂവാറ്റുപുഴയിൽ തുടങ്ങിയ ഡെന്റ് കെയർ. ഡോക്ടർ ജോൺ കുര്യാക്കോസിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ്. ധാരാളം സ്ഥാപനങ്ങൾ അതുപോലെ ഉണ്ട്, പ്രവർത്തിക്കുന്നതുണ്ട്, വിജയകരമായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നാട്ടിൽ ക്വാളിറ്റി കർശനമാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒരു ഏകദേശം സ്റ്റാൻഡേർഡ് റേറ്റ് ഫിക്സ് ചെയ്താൽ കേരളം വൻതോതിൽ വികസിക്കും, ധാരാളം തൊഴിലവസരങ്ങൾ വരും എന്നാണ്. ലോകം നമ്മെ തേടി വരും. ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് പല്ല് ക്രൗൺ ചെയ്യാൻ പല രാജ്യങ്ങളിലെ നിരക്ക് അദ്ദേഹം പറയുന്നുണ്ട്. നാട്ടിൽ അന്യായമായി പല നിരക്ക് മേടിക്കാതെ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഫിക്സ് ചെയ്യുക, ലോകം നമ്മെ തേടി വരും. ഇന്ത്യയിലെ റേറ്റ് 10,000 രൂപ, UAE-ൽ 40,000, UK-ൽ 80,000, USA-ൽ 1 ലക്ഷം, ന്യൂസിലാൻഡിൽ 1.25 ലാഖ്, ആസ്ട്രേലിയയിൽ 1.5 ലാഖ്. പേർഷ്യ, ഇപ്പോഴത്തെ ഇറാൻ, വളരെ വിജയകരമായി ബിസിനസ് നടത്തി വിജയിച്ച പാലക്കാരൻ VV അഗസ്റ്റിൻ സാർ. പക്ഷേ കേരളത്തിൽ അദ്ദേഹം റാഡോ ടയേഴ്സ് തുടങ്ങിയെങ്കിലും നാട്ടിലെ പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥ കാരണം അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പറയുന്നത് നാട്ടിൽ ഉയർന്ന പദവിയിലിരിക്കുന്നവർ അനുകൂലിച്ചാലും താഴെത്തട്ടിലിരിക്കുന്നവർ ഏതെങ്കിലും മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകും, കാര്യം നടക്കാതെ വരും. നാട്ടിൽ വ്യവസായി സംരക്ഷണ നിയമം കൊണ്ടുവരണം. തൊഴിലാളിക്ക് മാത്രമല്ല മുതൽ മുടക്കുന്നതിനും ജീവിക്കാൻ അവകാശമുണ്ടോ. മുതൽ മുടക്കാൻ ആളുണ്ടായെങ്കിൽ മാത്രമേ തൊഴിൽ വരത്തുള്ളൂ, തൊഴിൽ വന്നാലേ തൊഴിലാളി വരത്തുള്ളൂ. ചൂരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു സമൂഹം നിലനിൽക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും വേണം. അവർ പരസ്പരം അംഗീകരിക്കണം, സഹകരിക്കണം, ബഹുമാനിക്കണം. ആരും ആരുടെയും ശത്രുവല്ല. തൊഴിലാളിക്ക് അവകാശം മാത്രമല്ല കടമയുമുണ്ട്. റൂബിൾ ചാണ്ടി, പാലാ രാമൂര് സ്വദേശി, പ്രശസ്തമായ ഗ്ലോബൽ എൻ്റർപ്രണറാണ്. അദ്ദേഹത്തിൻ്റെ ധാരാളം ബിസിനസ് മോട്ടിവേഷണൽ വീഡിയോകൾ യൂട്യൂബിലുണ്ട്. ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് 90 ഡേയ്സ് ടു ലൈഫ് അദ്ദേഹം ഇറക്കിയതാണ്. അദ്ദേഹം പറയുന്നത് മലയാളി എല്ലാത്തരം ജോലിയും വളരെ ഇൻ്റലിജൻ്റായി, കോൺഫിഡൻ്റായിട്ട്, കറേജിയസ് ആയിട്ട് ചെയ്യും. എഡ്യൂക്കേറ്റഡ് ആണ്, ഷാർപ്പ് ഫൗണ്ടേഷൻ ബേസ്ഡ് പീപ്പിൾ ആണ്, ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് വെരി ക്ലിയർലി, വെരി ഈസിലി, സ്പീഡിലി. അദ്ദേഹം പറയുന്നത് ലോകം മുഴുവനുള്ള മലയാളികൾ, പ്രത്യേകിച്ച് ബിസിനസ്സുകാർ, ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പരസ്പരം സഹകരിച്ചാൽ ഇന്ത്യയെ ലോകത്തെ മാറ്റിമറിച്ച സമൂഹമായി മലയാളിക്ക് മാറാൻ കഴിയുമെന്നാണ്. അതുപോലെ ഗുജറാത്തിൽ ധവളോപ്പുളം വഴി വിപ്ലവം സൃഷ്ടിച്ച ഡോക്ടർ വർഗീസ് കുര്യൻ, അമുൽ കുര്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതവും നമുക്ക് പ്രചോദനം നൽകട്ടെ. അതുപോലെ നമുക്ക് വേദന ഉളവാക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ എയർലൈൻസ് നടത്തി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. അദ്ദേഹത്തിൻ്റെ ഉടമ തഖ്യുൻ അബ്ദുൽ വാഹിദ്, അദ്ദേഹത്തിൻ്റെയും ബിസ്ക്കറ്റ് രാജാവ് എന്നറിയപ്പെടുന്ന രാജൻ പിള്ളയുടെയും ദുരൂഹ സാഹചര്യങ്ങളിലുള്ള മരണം നമ്മെ വേദനിപ്പിക്കുന്നുണ്ട്. അതുപോലെ MV കരളി എന്ന കപ്പലിൻ്റെ തീരാദാനവും നമ്മെ വേദനിപ്പിക്കുന്നുണ്ട്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.